അപ്പോൾ ഇന്ന് നമുക്ക് പണിക്ക് പറമ്പിൽ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഉച്ചയ്ക്കായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം. അപ്പോൾ എന്തായാലും ഒരു ഫുഡൊക്കെ കഴിച്ച് പോയി കുറച്ച് ടൈം ആയിട്ടില്ല. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ. അപ്പോൾ ഇഞ്ചി മരുന്ന് മുക്കിയതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇഞ്ചി മരുന്നൊക്കെ മുക്കി നമ്മൾ നല്ല സേഫായിട്ട് മാവലയൊക്കെ വെട്ടി മാവലയുടെ ഉള്ളിൽ നല്ല സേഫായിട്ട് വെച്ചിരിക്കുമായിരുന്നു. അപ്പോൾ എന്തായാലും ഇഞ്ചി നന്നായിട്ട് തന്നെ മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയും കൂടി കിട്ടിയതുകൊണ്ടേ ഇപ്പോൾ നമുക്ക് ഇഞ്ചിയൊക്കെ നട്ടു കൊടുക്കാൻ പറ്റിയൊരവസ്ഥയും കൂടിയാണ്. അപ്പോൾ മഞ്ഞളും അതേപോലെ നമ്മൾ മരുന്നൊക്കെ മുക്കി നമ്മൾ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞളും നന്നായിട്ട് തന്നെ മുളച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഞ്ഞൾ നമ്മൾ ഈ അടുത്ത് നട്ടു കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഇഞ്ചി നട്ടുകൊണ്ടിരിക്കുക കേട്ടോ നമുക്ക് അവിടെ പറമ്പിൽ ചേട്ടന്മാരൊക്കെ. അപ്പോൾ എത്രത്തോളം ആയി എന്നറിയില്ല. എന്തായാലും നടുന്നുണ്ട്, കൈയോടെ ചപ്പൊക്കെ ഇട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ കണ്ടൊക്കെ വെട്ടിയിട്ടാണ് നടുന്നത്. അപ്പോൾ എന്താ അവസ്ഥ എന്നൊന്ന് നമുക്ക് പോയി നോക്കി നോക്കാം. അപ്പോൾ കഴിയാനായോ എന്താണെന്നൊക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ നമ്മൾ ഈ അടുത്ത് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ വാഴകളൊക്കെ ഇതാ മുളച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചായിട്ടുള്ളൂ കേട്ടോ മുളച്ചിട്ട്. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് തന്നെ മുളച്ച് നല്ല നല്ല രസമുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഹാപ്പി തന്നെയാണ്. ഇന്നാണെങ്കിൽ നല്ല വെയിലും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഭയങ്കര വെയിലാണ്. ഇപ്പോൾ ഇവിടത്തേക്ക് ചോലയും കൂടി ഇറക്കിയതുകൊണ്ട് ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു സൂര്യൻ്റെ ഒരു ചൂട് നന്നായിട്ട് അറിയാൻ പറ്റും കേട്ടോ. കാരണം നേരത്തെ എന്ന് പറയുമ്പോൾ ഇവിടെ മരങ്ങളുടെയൊക്കെ ഒരു തണലുണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ആ ഒരു മരത്തിൻ്റെ കമ്പും ചില്ലയൊക്കെ ഇറക്കിയിട്ട് ഒരു 2-3 ചെറിയ കമ്പുകൾ മാത്രമാണോ നിർത്തിയിട്ടുള്ളത് ഉണങ്ങി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ഒരു വെയിലുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ വാഴയൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മരുന്നൊക്കെ നോക്കി മാവേലിയിലൊക്കെ വെച്ച് കൊടുത്തിട്ടുള്ള നമ്മുടെ ഇഞ്ചി. അപ്പോൾ ഇഞ്ചിയുടെ അവസ്ഥ ഇപ്പോൾ ഇത് അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ മുളകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തായാലും ഇപ്പോൾ നട്ടു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പെട്ടെന്ന് തന്നെ മുളച്ചുകൂടി വരും. മാത്രമല്ല മഴയും കൂടി കിട്ടിയതുകൊണ്ട് ഇപ്പോൾ എന്തായാലും കറക്റ്റ് ടൈമാണ് നമ്മൾ നടാൻ വേണ്ടിയിട്ട്. നോക്കി ചെറിയ മുളകളായിട്ട് നമ്മുടെ എല്ലാ ഇഞ്ചിയിലും വന്നിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി നമ്മൾ മരുന്നൊക്കെ നോക്കി നന്നായിട്ടൊന്ന് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നട്ടു കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് നമുക്കിതിൽ വരുന്ന കേടും ഒരു പരിധി വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുമേ. അതേപോലെ താഴേക്കൊക്കെ ഇങ്ങനെ കുറച്ചുണ്ട്. അപ്പോൾ ചെറിയ വാഴയുടെ ഇലയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും നമുക്ക് കവറെടുത്തൊന്ന് പോയി നോക്കട്ടെ കേട്ടോ. എവിടെ എത്തിയെന്ന് അറിയില്ല. ഒന്ന് പോയിട്ട് വരാം. ഒരുപാട് കരിയിലേക്ക് ഉണ്ട് കേട്ടോ. കാരണം നമ്മളിവിടെ ചോല ഇറക്കിയതുകൊണ്ട് തന്നെ ഇതാ കുറച്ച് വിറകൊക്കെ ഇതാ ഈ ഒരു വിറകൊക്കെ ഇതാ ഇവിടെ തന്നെ നിന്ന് കുറച്ചൊക്കെ ഉണങ്ങിയിട്ടുണ്ടേ. നല്ല വെയിലും കൂടിയാണല്ലോ. ഈ ചുള്ളി വിറകൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ. നന്നായിട്ടൊന്ന് കൊഴിയാൻ തുടങ്ങിയിട്ടുണ്ട്. കുറച്ചൊക്കെ നമ്മൾ തീ കത്തിക്കാനൊക്കെ നല്ലത് തന്നെയാണല്ലോ. ഈ ഒരു ഇലയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല. ചപ്പ് കിടന്നാലും ഉള്ളിൽ കത്തിക്കുമ്പോഴാണോ നമുക്ക് പ്രശ്നമുള്ളൂ. പുറത്താകുമ്പോൾ എല്ലാം പാടിട്ട് കത്തിക്കുകയാണെങ്കിൽ നമുക്ക് വെള്ളം ചൂടാക്കാനൊക്കെ നല്ലത്. ഇവിടെ ഇപ്പോൾ ഫുള്ളിങ്ങനെ നല്ലൊരു എന്താ പറയുക നന്നായിട്ട് തെളിഞ്ഞ് കിടക്കുക കേട്ടോ. ഈ കാണുന്ന ഓസൊക്കെ നമ്മൾ പിള്ളേരൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൊണ്ടിട്ടുള്ളതാണ്. ഇന്ന് ഇങ്ങനെ ഇതാ ഇവർ താഴേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. കാരണം ഇവിടെ നോക്കിയിട്ട് കണ്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ച് താഴേക്കായിരിക്കണം. നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതാ ഈ ഒരു ഭാഗത്തൊക്കെ അവർ നന്നായിട്ടുണ്ടതാ കണ്ടൊക്കെ വെട്ടി നന്നായിട്ട് ഇതാ ഇഞ്ചിയൊക്കെ നട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ചപ്പിടാനുണ്ട് കേട്ടോ കുറച്ച്. അതൊരു മേളിലാട്ടോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായി കഴിഞ്ഞോ? ഇനിയുണ്ടോ? ഈ ഒരു ബക്കറ്റിൽ ചാണകപ്പൊടി ആട്ടുംകാഷ്ടം കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇഞ്ചി വിത്ത് ഇട്ടതിന് ശേഷം ഈ ഒരു ജൈവവളം കൂടി ഇട്ടതിന് ശേഷമാണ് നമ്മൾ മൂടുന്നത്. അതിന് ശേഷം അതിൻ്റെ പൊക്കത്ത് ചപ്പിടാറാണേ. അപ്പോൾ അതൊക്കെ ഫുള്ളായിട്ട് തന്നെ വിത്ത് ഇട്ടതിന് ശേഷം ഇനി നമുക്ക് വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് തന്നെ അവർ നട്ടിട്ടുണ്ടേ. അത് കൂടാതെ ഈ ഒരു ഭാഗത്തൊക്കെ നമ്മുടെ കാപ്പിയൊക്കെ നന്നായിട്ട് തന്നെ ഇതാ കുറച്ച് സൈസായി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ കാപ്പിക്കുരൊക്കെ. ഇത് നമ്മുടെ കൊടി കെട്ടുന്ന വള്ളിയാണ്. കാരണം നമ്മൾ ഒരു പണി മാത്രമല്ല അതിൻ്റെ ഇടയ്ക്ക് ഇതേപോലെ കൊടിയൊക്കെ കാണുമ്പോൾ അതും കൂടി കെട്ടി വിടുന്നുണ്ട്. അപ്പം എന്നാലും എപ്പോൾ പണിക്ക് ആൾ വരുമ്പോഴും നമ്മൾ
ഇതേപോലെ കൊടി കെട്ടുന്ന ഒരു കയറ് കൂടി കൊടുത്തു വിടാറുണ്ട്. എന്തായാലും ആ ഒരു പണിയും കൂടി നടക്കുമല്ലോ. അങ്ങനെ ഇതാ ആ ഒരു ഭാഗം തീർത്തിട്ട് ഇതാ വേറൊരു കണ്ടമൊക്കെ വെട്ടിയതാ അടുത്തൊരു ഏരിയയിലേക്ക് കടന്നിരിക്കുകയാണേ. അപ്പോൾ ഒരാളിതാ കണ്ടമൊക്കെ വെട്ടി ഇത് കൊത്തിയാട്ടോ. കൊത്തി യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ കുഴിയായിട്ട് കറക്റ്റ് ആ ഒരു ലെവലിൽ നമുക്ക് നട്ടുകൊടുക്കാൻ പാകത്തിനുള്ള ഒരു ചെറിയ കുഴി കിട്ടുമല്ലോ. അപ്പോൾ എന്തായാലും അത് ഭയങ്കര യൂസ്ഫുൾ ആട്ടോ ഈ ഒരു കൊത്തി വെച്ചിട്ട് നമുക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇതാ ചെറിയ കുഴി എടുക്കുന്നതനുസരിച്ച് ഇതാ ഒരാളുടെ വിത്തിട്ട് പോകുന്നുണ്ടേ. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇഞ്ചി നട്ടിട്ടുള്ളത് എല്ലാം ഒരേ സ്ഥലത്തൊന്നും അല്ല കേട്ടോ. കാരണം പല സ്ഥലങ്ങളിലായിട്ട് കണ്ടം വെട്ടി ചെറിയ കണ്ടങ്ങളൊക്കെ ആക്കിയിട്ടാണ് നട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമുക്ക് ഉള്ള സ്ഥലം പരമാവധി യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിലാണ് നട്ടിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്കായാലും കുറച്ചൊന്ന് ഒഴിഞ്ഞെടുക്കുന്ന ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ കാടൊക്കെ നന്നായിട്ട് വെട്ടിക്കളഞ്ഞ് നന്നായിട്ട് ചെത്തി കണ്ടമൊക്കെ ആക്കിയിട്ട്. അപ്പോൾ എന്തായാലും കുറച്ച് ടൈം എടുത്ത് കണ്ടോ. കാരണം ഈ ഒരു സ്ഥലം ഈ ഒരു ലെവലിലേക്ക് ആക്കി എടുക്കാൻ എന്തായാലും കുറച്ച് കഷ്ടപ്പെട്ടാണ്. കാരണം ഈ ഒരു ലെവലിലേ ആയിരുന്നില്ലല്ലോ, ഒരുപാട് കാടും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് നീറ്റാക്കിയിട്ട് ചെയ്തിട്ടുണ്ട് അവരെന്തായാലും. അങ്ങനെ ഇതാ അവിടെ ഇഞ്ചിയൊക്കെ നട്ടതിന് ശേഷം ഇതാ വളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ചപ്പ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചപ്പൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് മരം കോതിയിട്ടുണ്ട് ചപ്പ് തന്നെയാണ്. അപ്പോൾ അതായത് ചപ്പിന് നമുക്ക് വേറെ അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ചപ്പൊക്കെ എന്തായാലും നന്നായിട്ട് ഉണങ്ങിയിട്ട് കൂടി ഉണ്ട്. അപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുള്ള ഒരു കരിയിൽ ഒന്നുകൂടി ആ ഒരു ഇഞ്ചിക്കൊക്കെ നല്ലൊരു വളം കൂടിയാണല്ലോ. കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും നന്നായിട്ട് അത് അതിലേക്ക് ഇങ്ങനെ നന്നായിട്ട് ലയിച്ച് ചേർന്നോളൂ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ തന്നെ ചപ്പിട്ട് പോകുന്നുണ്ടേ. അപ്പോൾ നമ്മൾ കൊടുത്തിട്ടുള്ള ഇഞ്ചി വിത്ത് ഫുള്ളായിട്ട് ഈ ഒരു ഏരിയയിൽ തന്നെ നടാനുള്ളത് ഉണ്ട്. അപ്പോൾ ഇനി കുറച്ചുകൂടി ബാലൻസ് ഉള്ളൂ. അപ്പോൾ എന്തായാലും അതുകൂടി ഇവിടെ 2 കണ്ടം കൂടി അവർ വെട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അതുകൂടി ഒന്ന് ഇവിടെ നട്ട് കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളേ. നമ്മൾ ചേച്ചിമാരെയൊക്കെ നിർത്തിയിട്ട് നമ്മുടെ കാപ്പി ഫുള്ളടിനെ കവാത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കവാത്ത് ചെയ്തതിന് ശേഷം അവ നന്നായിട്ട് കാപ്പിക്കുരു ഉള്ളതൊക്കെ ആയാലും നന്നായിട്ട് തന്നെ വളരുന്നുണ്ട് കേട്ടോ. മാത്രമല്ല കവാത്ത് ചെയ്യണതിൻ്റെ കൂടെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരുപാട് കാട്ടുവള്ളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ എവിടെ നിന്ന് വരുന്നു എന്നറിയില്ല. എന്തായാലും ഒരുപാട് ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നന്നായിട്ട് കൈയോടെ ഒരുക്കിയത് കൊണ്ട് തന്നെ ഇപ്പോൾ നമ്മുടെ കാപ്പിയൊക്കെ ആയാലും നല്ല ഉഷാറായിട്ട് കയറി വരുന്നുണ്ടേ. അപ്പോൾ ഇതാ അടുത്തൊരു കണ്ടം വെട്ടാൻ വേണ്ടി പോകട്ടെ. ഈ ഒരു കുറച്ചൊരു സ്ഥലം ഇവിടെ ഉണ്ട്. ആ ഒരു സ്ഥലം പരമാവധി യൂട്ടിലൈസ് ചെയ്ത് അവിടെയും കൂടി ഒരു കണ്ടം വെട്ടാൻ പോകണം. അപ്പോൾ കണ്ടില്ലേ ഗൈസ്, അപ്പോൾ നേരത്തെ അപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്ഥലങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു രീതിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തുള്ളത്. എന്തായാലും നല്ലൊരു മാറ്റം ഉണ്ടെങ്കിൽ എന്തായാലും. അപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ളായിട്ട് നമുക്ക് കുറേ വർഷം പഴക്കമുള്ളൊരു ഇല്ലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഇല്ലി പരമാവധി ഒന്ന് ഒതുക്കി വെട്ടിക്കളഞ്ഞതിന് ശേഷം ആ ഒരു സ്പേസാണ് നമ്മൾ യൂട്ടിലൈസ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് കാരണം ഒരു ഇല്ലീൻ്റെ കമ്പുകളൊക്കെ നന്നായിട്ട് പടർന്ന് സ്പ്രെഡായിരിക്കും. അപ്പോൾ ആ ഇല്ലിയുടെ കുറ്റികളൊക്കെ ആയിട്ട് ഇതൊക്കെ എന്തായാലും നമുക്ക് പുഴക്കണം എന്ന് പറഞ്ഞാൽ കുറച്ച് വലിയ ടാസ്ക് തന്നെയാണ്. എന്തായാലും ഇവിടെ ഇത്രയും സ്പേസ് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചതേ ഇല്ല. എന്തായാലും ഇത് കൂടാതെ നമുക്ക് വേറെ ഇല്ലിക്കൂട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇനി അത്യാവശ്യത്തിന് ഏണിയും കാര്യങ്ങളൊക്കെ എടുക്കാനാണെങ്കിൽ നമുക്ക് വേറെ ഇല്ലിക്കൂട്ടുണ്ടല്ലോ, അതുകൊണ്ട് ഇതിൻ്റെ പ്രശ്നമല്ല. അപ്പോൾ ആ ഒരു കുറ്റി നമുക്ക് പുഴക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക് ആയതുകൊണ്ട് ആ ഒരു കുറ്റി നിൽക്കുന്ന ഏരിയ മാത്രം ഒന്ന് വിട്ടിട്ടുണ്ട്. എന്നാലും ബാക്കിയുള്ള സ്ഥലം ഫുള്ളായിട്ട് നമ്മൾ കവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ സെറ്റാക്കി ഇഞ്ചി നട്ട് കൊടുത്തിട്ടുള്ളതാണ്. എന്തായാലും കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു ഇല്ലിക്കൂട്ടം നിൽക്കുന്ന ഒരു ഏരിയ ഫുള്ളായിട്ട് വെറുതെ കിടക്കുന്നത്. കാരണം ആ ഇല്ലി അങ്ങനെയും പടർന്ന് കിടക്കുന്നതുകൊണ്ട് നമുക്കവിടെ വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നാലും അത് നന്നായിട്ട് വെട്ടി ഒതുക്കി എന്തായാലും നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എന്നാലും അത് നട്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ബാക്കിയോട് ഒന്ന് നടത്തേ. അപ്പോൾ ഇതാ ഏലത്തിൻ്റെ ഇടയിൽ കൂടി ഇടയ്ക്കുമ്പോൾ പൊക്കോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം മരുന്നൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് ആ ഒരു ഫംഗസിനൊക്കെ. അപ്പോൾ എന്തായാലും ഫംഗസിൻ്റെ അതൊക്കെ നന്നായിട്ട് തന്നെ മാറ്റമുണ്ട്. ഇപ്പോൾ ഇതാ കായൊക്കെ അത്യാവശ്യം ഇട്ട് തുടങ്ങിയിട്ട് അപ്പോൾ കൈയോട് തന്നെ മരുന്ന് ചെയ്തുകൊണ്ട് നമുക്ക് ആ ഒരു ഫംഗസ് നമുക്ക് കുറയ്ക്കാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് സ്പ്രെഡായ ആ ഒരു ചെടിയൊക്കെ നന്നായിട്ട് നാശമായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്തായാലും നന്നായിട്ട് നമുക്ക് ആ ഒരു മരുന്നൊക്കെ കൊടുക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ ഇഞ്ചി നടൽ ഇന്നത്തോടു കൂടി തീരും കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഓൾമോസ്റ്റ് തീരാനായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ഇഞ്ചി നടലിൻ്റെ കാര്യത്തിലൊരു തീരുമാനമാവുകയെ. അപ്പോൾ എന്തായാലും അവർ ഇനി അവിടെ ഇന്ന് നടട്ടെ. അപ്പോൾ പെട്ടെന്ന് തീർത്തിട്ട് ഇനി കുറച്ച് കഴിയുമ്പോഴത്തേനും പണി നിർത്താനും കൂടി ആവുമല്ലോ. അപ്പോൾ തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് കേട്ടോ. മാത്രമല്ല ഒരു ചെറിയൊരു മഴക്കോളും കൂടി കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നു വൈകിട്ട് മഴയുണ്ട് എന്ന്. അപ്പോൾ അതിന് മുന്നേ നമുക്കിതാ കുറച്ച് വിറകൊക്കെ ഒന്ന് എടുത്ത് വയ്ക്കാനുണ്ട്. അപ്പോൾ പറമ്പിത്തിന് ഈ ഒരു ഭാഗത്ത് കുറച്ച് നല്ല ഉണങ്ങി ചുള്ളി വിറകുകളുണ്ട്. അപ്പോൾ എന്നാലും ഞാൻ ഒന്ന് എടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ കണ്ടില്ലേ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടാൽ ചോദിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത അടിപൊളി വീഡിയോസൊക്കെ ആയിട്ട് കാണുന്നവരെ ബൈ.